ഇന്നൊരു നല്ല മുട്ടൻ പണി കിട്ടി. ഇതാ നോക്കിക്കേ, കഴിഞ്ഞ ദിവസത്തെ കാറ്റും മഴയ്ക്ക്, ഇന്നലെ രാത്രിയിലുള്ള കാറ്റും മഴയ്ക്ക് പറമ്പിൽ നിന്നൊരു വലിയൊരു മഴ. അത് കൊന്നമരമായിരുന്നു കേട്ടോ. കൊന്നയെന്ന് വെച്ചാൽ ശീമക്കൊന്ന. നല്ലോണം അങ്ങോട്ട് കടപുഴകി വീണിട്ടുണ്ട്. നോക്കിക്കേ എത്ര വലിയ മരമാണെന്ന്. അതിൻ്റെ കുറച്ച് കമ്പുകൾ നമ്മൾ ഇറക്കാനായിട്ട് ഇരുന്നതാണ്, അതിൽ വെട്ടി ഇറക്കാനിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഹൈറ്റും പിന്നെ നല്ല ഉറപ്പാണ് തന്നെ. അപ്പോൾ അതുകൊണ്ട് പറ്റിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിക്കുക, അതിൻ്റെ വെയിറ്റ് കാരണം അത് നേരെ നമ്മുടെ ചേന നട്ടേക്കിനടുത്തേക്ക് വീണു. പക്ഷേ ഒരു കാര്യമുണ്ട്, ദൈവാധീനം, ഭഗവാന്റെ കൃപ കൊണ്ട് ഒരൊറ്റൊരു ചേന പോലും പോയിട്ടില്ല. അത് നമ്മുടെ അതിൻ്റെ ചുവട്ടിലൊരു കുഞ്ഞു ചെടി നട്ടിട്ടുണ്ടായിരുന്നു. അത് വഴുതനത്തൈയാണ് കേട്ടോ. അതിന് പോലും ഒന്നും പറ്റാത്ത രീതിയിലാണ് അത് വീണേക്കണത്. എന്തോ അത് അത്ര ഭാഗ്യമുണ്ട് നമുക്ക്. ഇത് ഇപ്പുറത്തെ സൈഡിലോട്ടാണ് വീണിരുന്നെങ്കിലുള്ള കാര്യമൊന്ന് ആലോചിച്ച് നോക്കിക്കുക. രാവിലെ ചേനയുടെയൊക്കെ തടം മണ്ണ് കൂട്ടാനായിട്ട് വന്നതാണ് ഞങ്ങൾ. അപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. എൻ്റെ പൊന്നോ, തകർന്നു പോയി. പക്ഷേ ഇതാ നോക്കി, അതിൻ്റെ അടിയിൽ നിൽക്കണ 2 ചേനയുണ്ട്. അതിനെ പോലും സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടാണ്. ഒരു കുഴപ്പം, ഒരു ഇല പോലും താഴെ ചാടിപ്പോയിട്ടില്ല. ആ രീതിയിലാണ് ഈ മരം വീണ് കിടക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ ഭഗവാന്റെ കൃപയെന്ന് മാത്രമേ ഞാൻ അതിനെ പറയണുള്ളൂ. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടം വരെയൊക്കെ എത്തിച്ചേർക്കണത് ഇതൊക്കെ. അപ്പോൾ അത് ദൈവം കണ്ടിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫലം തന്നത്. അല്ലെങ്കിൽ അതിൻ്റെ പുറത്തേക്ക്, അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലേക്കൊക്കെയാണ് വീണിരുന്നെങ്കിൽ, ലെഫ്റ്റ് സൈഡിലേക്ക് വീണിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇത് മൊത്തം പോയേനെ. അല്ലെങ്കിൽ ചേന പിന്നെ ഈ സമയത്ത് ഒടിഞ്ഞു പോയാൽ പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അത് നടുന്നവർക്കറിയാം. പിന്നെ അത്രയും നാളത്തെ അധ്വാനം വെറുതെ ആവും. ഇനിയിപ്പോൾ ഇത് പതിയെ ഞങ്ങളുടെ കയ്യിൽ ആകെ ഒരു വാക്കത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഒരു വാക്കത്തി, നമ്മളുടെ മമ്മട്ടി, വളങ്ങൾ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ടായിരുന്നു ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പതിയെ വാക്കത്തി കൊണ്ട് വെട്ടി മാറ്റാം. നല്ല മഴ വരണുണ്ട് കേട്ടോ, മഴക്കാറും ഉണ്ട്. അസല് മഴ തുടങ്ങി. അപ്പോൾ ഇതിനെ വെട്ടി മാറ്റിയേ നിവർത്തിയുള്ളൂ. ഞാനും ചേട്ടനും കൂടെയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ എന്തായാലും കുറച്ച് അങ്ങോട്ട് വെട്ടിക്കോ, ഞാൻ അപ്പോഴത്തേക്ക് ആ ഉള്ള നേരം കൊണ്ട് കുറച്ച് തടം കൂട്ടാമെന്ന് പറഞ്ഞു. അപ്പോൾ മോള് വീഡിയോ ഒക്കെ എടുത്തു തന്ന് അവളവിടെ നിന്നിട്ട് എടുക്കുമായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു, പെരും മഴയായിരുന്നു. ഒരു കുട ഉണ്ടായിരുന്നുകൊണ്ട് അവൾ ആ കുടയും ചൂടിക്കൊണ്ട് നിന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തു തന്ന്. ഞാനപ്പോൾ എന്നെക്കൊണ്ട് പറ്റണ അത്രയും കമ്പുകൾ ഞാൻ വെട്ടി, ഒരു പകുതിയോളം വെട്ടി കേട്ടോ. അപ്പോൾ ഒരു സമാധാനം കിട്ടി. കാരണം തൊട്ടപ്പുറത്ത് റോഡാണ്. അപ്പോൾ റോഡിലേക്കും കുറച്ച് ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇത്തിരി അങ്ങോട്ട് വെട്ടിക്കളഞ്ഞ്. പിന്നെ ഒരു പകുതിയോളം നമ്മൾ വെട്ടി ഒതുക്കി, അല്ലെങ്കിൽ ഒട്ടും പറ്റില്ലായിരുന്നു. കാരണം പിന്നെ അടുത്തൊരു മഴയും കൂടി വരുമ്പോഴത്തേക്കും താഴേക്ക്, ഇപ്പോൾ ഒരു ചെറിയൊരു കമ്പിലാണ് കുത്തിയത് അവിടെ ഇരുന്നത്. അത് അടുത്തൊരു മഴയും കൂടി വന്ന് ഒന്നും കൂടെ താഴേക്ക് ഇരുന്നാൽ പണി കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത്, നൈസായിട്ട് ഉണ്ടായിരുന്നൊരു വാക്കത്തി വെച്ചിട്ട് വെട്ടി റെഡിയാക്കി ഏകദേശം ഒരു സേഫ് സോണിൽ എത്തിച്ചിട്ടുണ്ട്. ഇത്രയും എത്തിച്ച്, ഇനി ബാക്കി നാളെ വെട്ടാം.